ഈ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന വാർത്തയാണ് വരുന്നത്. ഈ പ്രദേശവാസികളുടെ കാര്യം വലിയ കഷ്ടമാണ്. വികസനമെന്ന് വലിയ റോഡായിട്ടും ഒക്കെ വരുന്ന സമയത്ത് അവർ വളരെ സന്തോഷത്തോടെ നോക്കി കാണും. ആ സമയത്താണ് അവിടെ താമസിച്ച ആളുകൾ, തൊട്ടടുത്തുള്ള ആളുകൾ ടോൾ കൊടുത്ത് അപ്പുറം ഇറങ്ങണം എന്ന് പറയും. നമ്മൾ ശരിക്കും ഈ വികസനം വരുന്ന സമയത്ത് സാധാരണ ജനങ്ങളെ പിഴിയുന്നതല്ല വികസനം എന്ന് പറയുന്നത്. ഈ വികസനത്തിൻ്റെ നോക്കൂത്തികളായിട്ട് ഇവർ മാറാൻ പാടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പന്ന്യങ്കര ടോൾ പ്ലാസയ്ക്ക് അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ രക്തസാക്ഷികളും ബലിയാടുകളുമായി മാറി. ടോൾ പിരിക്കാൻ വരുന്ന ആളുകൾക്കൊന്നും അറിയില്ല, കാരണം അവർ എത്രയോ കൊല്ലങ്ങളായി തങ്ങളുടെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരാണ്. അവരാണ് ഇപ്പോൾ ടോൾ കൊടുത്ത് അപ്പുറം ഇപ്പുറം കടക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. നാളെ മുതൽ ഈ ടോൾ വീണ്ടും പിരിക്കാൻ നേരത്തെ തീരുമാനിച്ചു, അപ്പോൾ പ്രശ്നമായി. അപ്പോൾ വീണ്ടും അത്തരമൊരു തീരുമാനം വരുന്നു എന്നാണ് കേൾക്കുന്നത്. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പാലക്കാട് പ്രതിനിധി തത്സമയം ചേരുകയാണ്. നിഖിൽ, സായി ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. സായി ഗ്രാമത്തിന്റെ വശ്യമനോഹരമായ സൗന്ദര്യത്തിന്റെ നടുവിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ വീണ്ടും കാര്യങ്ങൾ സങ്കീർണമാവുകയാണ്. അവിടെയുള്ള ആളുകളെ പ്രയാസത്തിലാക്കി. സ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പോലും അവർക്ക് ടോൾ നൽകേണ്ടുന്ന സാഹചര്യം രൂപപ്പെടും. ടോൾ കമ്പനി ഇപ്പോൾ ആവശ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിലവിൽ 6 പഞ്ചായത്തുകളിലുള്ളവർക്ക് അവരുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് സൗജന്യമായി കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നാളെ മുതൽ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് ടോൾ കമ്പനി പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെ സൗജന്യം നൽകിക്കൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഈ സൗജന്യം അവസാനിപ്പിക്കുകയാണ് എന്നവർ പറയുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ പലതരത്തിൽ ഈ പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ നീക്കങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഇനി അത് ഉണ്ടാകില്ല എന്നാണ് ഈ ടോൾ കമ്പനി പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് PP സുമോദ് MLA യുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശവാസികളും ടോൾ കമ്പനി അധികൃതരുമൊക്കെയായി ഈ ചർച്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ രൂപം ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ ചർച്ചയിൽ ഒരു അനുരഞ്ജനം ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ പ്രദേശവാസികൾക്ക് ടോൾ നൽകേണ്ടി വരും. അങ്ങനെ ടോൾ നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ടോൾ നൽകി കടന്നു പോകുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല സ്കെൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവശ്യ കാര്യങ്ങൾക്ക് പോലും, ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് നിരന്തരം പോയി വരേണ്ട ആളുകളാണ് അവിടെ അടുത്തുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ടോൾ നൽകി പോകുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, ഈ വടക്കഞ്ചേരിയിൽ പന്ന്യങ്കരയിൽ ഈ ടോൾ കമ്പനി പൂർണ്ണമായ റോഡിന്റെ പണി പൂർത്തിയാക്കിയിട്ടുമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിലനിൽക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കെൻ.